ഹലോ വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വ്ലോഗ്. എല്ലാവർക്കും ഓണാശംസകൾ. എന്തൊക്കെയാണ് ഓണായിട്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഓണം ഔട്ട്ഫിറ്റായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. അതിനെ ഞാൻ പല രീതിയിൽ പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ 3 ഡിഫറെൻറ്റ് ലുക്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ലുക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ക്രീമും ഗോൾഡനും കോമ്പിനേഷനിൽ ഒരു ടോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സ്ലീവ്ലെസ് ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് സിമ്പിൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താമസിയാതെ ഇടാം, ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു ഡെനിം ജാക്കറ്റും ഒരു റാപ്പ് സ്കേർട്ടുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിസൈനിലൊക്കെ ഉള്ള പോലത്തെ ഒരു റാപ്പ് സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ലുക്ക് പരീക്ഷിക്കണമെന്ന് ഞാൻ കുറച്ചായി വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെയൊക്കെ ഒരു സാരിയുടെ മേലെയുള്ള ഡെനിം ജാക്കറ്റിൻ്റെ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റൈലിംഗ് ഞാൻ ട്രൈ ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, ഓണം ലുക്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തീം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സെറ്റ് സാരി തന്നെയല്ലേ കാണുന്നത്. എപ്പോഴും ഞാൻ ഇതുവരെ സെറ്റ് സാരി, ധാവണി അല്ലെങ്കിൽ പട്ടുപാവാട ഇത്രയൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഈ റാപ്പ് സ്കേർട്ട് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു വേഷ്ടീനെയാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടോപ്പാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റാപ്പ് സ്കേർട്ടും ഡെനിം ജാക്കറ്റും കൂടെ ഇങ്ങനെ ഒരു രീതിയിൽ പെയർ ചെയ്തതാണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് വേറെ ഒരു കളർ കോമ്പിനേഷനിലുള്ള സ്കേർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ കുറച്ചും കൂടെ ബ്ലൂ ആണ് കൂടുതൽ. ആദ്യത്തിൽ കുറച്ച് റെഡ് ആയിരുന്നു കൂടുതൽ, ബ്ലൂ ആണ് കൂടുതൽ ഇതിലുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഏത് കളറും ഇതിൻ്റെ കൂടെ പോവും. ഈ ജാക്കറ്റ് ഞാൻ 2 ടൈപ്പ് പരീക്ഷിച്ചു നോക്കി കേട്ടോ. വേറൊരു ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒന്നും ഇല്ലാത്ത പ്ലെയിനായ ഇത്തിരി ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഡെനിം ജാക്കറ്റ് ഉണ്ട്, അതുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലുള്ളതാണെങ്കിലും ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏത് സ്കേർട്ടും നന്നായിട്ട് പോകുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ക്രീം എന്ന് പറയുന്നത് അതൊന്നും ഓടായിട്ട് നിൽക്കില്ലേ, ഏതിൻ്റെ കൂടെയും അത് ചേർക്കാൻ പറ്റും. എല്ലാറ്റിനോടും മാച്ചിങ് ആണ്. അതിൽ പ്രത്യേകിച്ച് വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാറ്റിൻ്റെ കൂടെയും മാച്ചിങ് ആയിരിക്കും. പിന്നെ ഞാനതിലൊരു ഓക്സിഡൈസ് സിൽവറിൻ്റെ നെക്ലേസും പിന്നെ ഒരു സ്റ്റഡാണ് ഇട്ടിട്ടുള്ളത്, കമ്മൽ. തേർഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുളോട്ട്സ് പാൻറ്റിൻ്റെ കൂടെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത്തിരി വൈഡായിട്ടുള്ള ഒരു പാൻറ്റിൻ്റെ കൂടെയാണ് പെയർ ചെയ്ത് നോക്കിയത്. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസൊക്കെ എനിക്ക് കണ്ട് ശീലമുള്ളൂ കേട്ടോ. ഇങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്മലും ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്, ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്, അതേപോലെ ഹെയർ സ്റ്റൈലും ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്ന് പുട്ടപ്പ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്, ഷൂസും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് എത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അഭിപ്രായം കമൻറ്റിൽ പറയണേ, 3 ലുക്കിലും എങ്ങനെയുണ്ടെന്നൊക്കെ. അതുപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ് ഇത് കാണുന്നവരോട്. ഓണം എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ ഈ തീം ഉണ്ടല്ലോ, അതായത് ഗോൾഡൻ കളറ്, ക്രീം കളറ്, അതിൻ്റെ കൂടെ വേറെ വല്ല കളേഴ്സും അങ്ങനെയൊക്കെയുള്ള തീം മതിയോ, അതോ അല്ലാതെ നമ്മൾ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സാരി, ധാവണി, പട്ടുപാവാട, ഏറിപ്പോയാൽ അതിൻ്റെ തന്നെ മെറ്റീരിയൽ കൊണ്ടുള്ള ചുരിദാർ അങ്ങനെയൊക്കെ ഇടാൻ പാടുള്ളൂ? അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. എന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തായാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ലുക്കിലൊക്കെ അപ്പിയർ ചെയ്യാനും അങ്ങനത്തെ ഇത് പരീക്ഷിക്കാനും ഫാഷൻ ആസ്വദിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇന്നത്തേതിൽ 3 ലുക്കിനെയും പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു രീതിയിൽ ഇത് പെയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് കാണാൻ ആസ്വദിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഓണം.